1,65,000 രൂപയ്ക്ക് 2018 വണ്ടി. അടിപൊളി. അതായത് നല്ലൊരു റിച്ച് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എടുത്തു. ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ കാണാൻ കിട്ടുള്ളൂ. നീറ്റ് വണ്ടികൾ 5,45,000 രൂപയ്ക്ക് 2018 വണ്ടി അല്ലേ? കൊള്ളാട്ടോ, നല്ല നീറ്റ് വണ്ടിയാണ്. സെക്കൻഡ് ഓണർ 3,25,000 കൊടുക്കാം. 3,20,000 രൂപ. അതായത് ഒരു നല്ല അടിപൊളി ഒരു സെഡാൻ വണ്ടി അല്ലേ? 2,95,000 രൂപയ്ക്ക് കൊടുക്കാം. 17 വണ്ടിയോ? 17 ഉണ്ടോ? ഞാൻ ഏത് യൂസ്ഡ് കാർ ഷോറൂമിൻ്റെ വീഡിയോ ചെയ്യുമ്പോഴും ഏത് ഷോറൂമിൽ പോകുമ്പോഴും എടുത്തെടുത്ത് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളൊരു യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള നല്ല വണ്ടികൾ വിൽക്കുന്ന സ്ഥാപനം നോക്കിയിട്ട് പോവുക. അങ്ങനെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പലരും പറയുന്ന ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂസ്ഡ് കാറൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും പ്രശ്നം എന്ന് പറയുന്നത് കംപ്ലയിൻറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ തട്ടിയതാണ് മുട്ടിയതാണോ ഒക്കെ അങ്ങനത്തെ ഒക്കെ വണ്ടികൾ ഒരുപാടുണ്ട്. പക്ഷേ ക്വാളിറ്റിയുള്ള വണ്ടികൾ വിൽക്കുന്ന നല്ല സ്ഥാപനങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാണ്ട് നല്ലൊരു യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്താൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തോന്നുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ പാവങ്ങാട് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഓട്ടോ വെഞ്ചറിലാണ്. എനിക്കൊന്നും ഒരു 1-2 മാസമായി നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് ഇവരുടെ സ്ഥിരമായി വീഡിയോ വരും. ഇവർക്ക് മൊത്തം 3 ഷോറൂമുണ്ട്. വയനാട്, അതുപോലെ തന്നെ കൊടുവള്ളി, ഇപ്പോൾ പാവങ്ങാട്. വയനാട്ടിൽ കൽപ്പറ്റയാണുള്ളത്. നമ്മൾ ഇതിന് മുമ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2017 ശേഷമുള്ള എല്ലാ വണ്ടിക്കും വാറണ്ടി ഉണ്ടാവും. അതുപോലെ തന്നെ എടുത്തുകൊണ്ട് പോകണ ഏത് വണ്ടിക്കാണെങ്കിലും ഒരു മിനിമം ഗ്യാരണ്ടി അത് ഉറപ്പാണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ. അത് തന്നെയാണ് മെയിനായിട്ട് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. മാക്സിമം വില കുറച്ചിട്ട് നല്ല അടിപൊളി വണ്ടികൾ കാണിച്ചു തരാം. നേരെ വീഡിയോയിലേക്ക് പോകാം. മാക്സിമം വില കുറച്ചിട്ട് എടുക്കാൻ പറ്റുന്നവർ ഇപ്പോൾ എടുത്തു. നമ്മുടെ ഓട്ടോ വെഞ്ചറിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി വണ്ടികൾ കുറേ എണ്ണം കിടക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം വില കുറച്ചിട്ട് ബ്രോ നമ്മുടെ ആൾക്കാർക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കണം. മാക്സിമം വില. വണ്ടിൻ്റെ ഒരു അവസ്ഥ എന്താ? വണ്ടിയൊക്കെ നീറ്റാണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും ചെക്കപ്പും കാര്യങ്ങളൊക്കെ എടുക്കാൻ വരുന്ന ഒരാൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു. വാറണ്ടി കേസൊക്കെ ചെയ്യുന്നുണ്ട്. വാറണ്ടി ഇപ്പോൾ 15,000 മുകളിലോട്ടുള്ള എല്ലാ വണ്ടിക്കും വാറണ്ടി ചെയ്യാം. അല്ലാത്ത വണ്ടികൾക്ക് ചെക്കിംഗ് വാറണ്ടി കൊടുക്കാം. ഫിനാൻസും 90% വരെ അതും ചെയ്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്കും. അപ്പോൾ എന്തായാലും റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. ആദ്യത്തെ വണ്ടി തന്നെ എർട്ടിഗ ആയിക്കോട്ടെ. എർട്ടിഗ മോഡൽ എർട്ടിഗ 2013 13 VXi അല്ലേ? പെട്രോൾ ആണ്, മിഡിൽ ഓപ്ഷൻ ആണ്. പിന്നെ ഞാൻ ഓവർ ഇന്ത്യയിൽ ഒന്നും കാണിക്കാം, നമുക്ക് വേഗം പറഞ്ഞു, ഓവർ ലാഗ് ആക്കണ്ട, ആർക്കും കണ്ടിരിക്കാൻ അധികം സമയമില്ല. ഓക്കെ, 13 വണ്ടി. ഇത് റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അടിപൊളി. 13 VXi ആണ്. റീപ്ലേസ്മെന്റ് ഇല്ലാത്ത കിലോമീറ്റർ 83 83,000 കിലോമീറ്റർ. 83,000. അത് ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും അല്ലേ? ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും. ഓക്കെ, എന്താ വില? ഇത് 3,50,000 രൂപ 7 സീറ്റർ. നല്ല അടിപൊളി വണ്ടി അല്ലേ? അതും പെട്രോൾ ആണ്. നിങ്ങൾ ചെക്ക് ചെയ്തെടുത്തോളാം. വലിയ മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും വരില്ല. എന്തൊക്കെ പറഞ്ഞാലും ചെക്ക് ചെയ്തെടുക്കുക അല്ലേ? അതാണ് നമുക്ക് പറയാനുള്ളൂ. മാക്സിമം ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക. അതുപോലെ തന്നെ ബൊലേറോ ആണെങ്കിലോ? ബൊലേറോ 2017 മോഡലാണ്. 17 ആണ്. നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പിന്നെ കിലോമീറ്റർ 72. ഡീസലാണ്. ഡീസൽ പവർ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ്. ഇത് SLX ആണ്, ഫുൾ ഓപ്ഷൻ കേട്ടോ. അതായത് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. കമ്പനി തന്നെ വരുന്നുണ്ട്. ഇന്റീരിയർ അത്യാവശ്യം നീറ്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരും. പിന്നെ ഹിസ്റ്ററി ഒക്കെ ഉണ്ടല്ലോ അല്ലേ? റീപ്ലേസ് ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അതായത് 17 വണ്ടിക്ക് നമുക്ക് എന്താ വില? 17,585. 5,85,000 രൂപ കൊടുക്കാം. അടിപൊളി. നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് വണ്ടി. 5,85 എനിക്ക് തോന്നുന്നു ഫുൾ ലോണും കയറും. ഫുൾ ലോൺ അടുത്ത് തന്നെ കയറും. റെസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. നല്ല നീറ്റ് വണ്ടി അല്ലേ? അതും ഫുൾ ഓപ്ഷൻ വണ്ടി. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു വണ്ടി. 5,85,000 രൂപയ്ക്ക് നിങ്ങൾക്ക് അത് എടുത്തോണ്ട്. അതുപോലെ തന്നെ ക്രിസ്റ്റ ആണെങ്കിലോ? ക്രിസ്റ്റ 2017 മോഡലാണ്. ഇത് 17 അല്ലേ? ഇത് ഏതാ വേരിയന്റ്? ഇത് G4 ആണ്. മാനുവൽ അല്ലേ? G4 മാനുവൽ ആണ്. കിലോമീറ്റർ 160. ഇത് റീ ആണോ കേരളയാണോ? ഇതിലിപ്പോ നിലവിൽ വേറെ അപാകതയൊന്നും ഇല്ല. നിലവിൽ വേറെ അപാകതകളൊന്നും ഇല്ല. ഇത് മോഡൽ ഏതായിരുന്നു? മോഡൽ 17 അല്ല 16 ആണ്. 16 ആണ്. ഓക്കെ, 17 അല്ല 16 മോഡല്. പിന്നെ G4 ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ആണ് അല്ലേ? 2.4 ആണ്. ഈ കിലോമീറ്റർ ഒക്കെ പക്കയാണല്ലോ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. ഓക്കെ, ഇത് നമുക്ക് എന്താ വില? ഇത് 12,95. 12,95,000 രൂപയ്ക്ക് നിങ്ങൾക്ക്, അതായത് KL 11 പേപ്പർ ആക്കിയ വണ്ടി അല്ലേ? ഓക്കെ, ഇനിയിപ്പോ പേപ്പർ ആക്കുവോ അങ്ങനത്തെ റിസ്ക് ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓൾമോസ്റ്റ് 13 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാം. 16 മോഡല്. അതുപോലെ തന്നെ ഈ കിടക്കുന്ന വെള്ളയാണെങ്കിലോ? ഇത് 2016 2.8 സെഡ് ഓട്ടോമാറ്റിക് ആണ്. അതായത് ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി ഇറങ്ങിയതിലെ സീരീസിലെ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്. ഇത് കിലോമീറ്റർ 2.75. പക്കയാണോ? ഫുൾ കമ്പനി സർവീസ്. അതെ അല്ലേ? ഇതുവരെ പോയ എല്ലാം കമ്പനി സർവീസ്. അല്ലെങ്കിൽ പിന്നെ തിരിച്ചല്ലേ വരുള്ളൂ. ഓക്കെ, പിന്നെ ഇപ്പൊ ലാസ്റ്റ് സർവീസ് കഴിഞ്ഞാണ്. വേറെ ഇതുവരെ പോയത് പ്രോപ്പർ സർവീസാ. അപ്പൊ അതൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. എക്സ്ട്രാ ക്ലെയിം തന്നെയല്ലേ? അല്ലല്ല, ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. 2016 മുതൽ ഇതുവരെ ഒറ്റ ഓണർ ഉപയോഗിച്ച വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ഒറിജിനൽ കേരള ക്ലീൻ വണ്ടി. എന്താ വില? ഇത് 15,90. 15,90 പ്രൈസ് ആകുമ്പോൾ മാക്സിമം കുറച്ച് കൊടുക്കാം. അതെ. അല്ല, നമ്മൾ എന്തായാലും കുറയ്ക്കില്ല. നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു സംസാരം കഴിയുമ്പോൾ അല്ലേ വണ്ടി കണ്ടാൽ മനസ്സിലാവും. അത്രയും ക്ലീൻ വണ്ടി നല്ല ക്ലീൻ ആണ്. ബാക്കി നിങ്ങൾ നോക്കിക്കോളാം. കിലോമീറ്റർ ഒക്കെ ചെക്ക് ചെയ്തെടുത്തോളാം. ഈ പറഞ്ഞ പോലെ തന്നെ സെഡ് ഓട്ടോമാറ്റിക് ആണ്. അതും ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ?
15,90 നെഗോഷ്യബിൾ ആണ് അല്ലേ? നെഗോഷ്യബിൾ. മാക്സിമം ലോണും കയറും കേട്ടോ. മാക്സിമം ലോൺ. അതുപോലെ തന്നെ സിറ്റി ന്യൂ ഷേപ്പ് ആണെങ്കിലോ? സിറ്റി 2018. 18 18 ഓൾമോസ്റ്റ് ഒരു 10,40,000 രൂപ അലവിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി അലോയ് വീൽസ് കാര്യങ്ങള്. ഡീസൽ പെട്രോളോ? പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്കിലെ ഏറ്റവും ടോപ്പ് എൻഡ് VX ZX. അപ്പൊ VX അല്ല ഏറ്റവും ടോപ്പ്, ZX വേറെ ഉണ്ട്. സൺറൂഫും കാര്യങ്ങളും പാഡൽ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഏറ്റവും ടോപ്പിന്റെ തൊട്ട് താഴെ വരും. 10 എയർ ബാഗ് ഇല്ലാന്നേ ഉള്ളൂ, ബാക്കി എല്ലാവിധം ഉണ്ട് അല്ലേ? കിലോമീറ്ററോ? കിലോമീറ്റർ 70. 70. ജെനുവിനാ? ജെനുവിൻ. ഓക്കെ. എന്താ വില? ഇത് 790. 790. അത് നെഗോഷ്യബിൾ ആവുമല്ലോ അല്ലേ? ഓക്കെ. ആർക്കെങ്കിലും വേണം നോക്കിക്കോളൂ. അതും 18 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. അലവീൽസ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി, 4 പുത്തൻ ടയറും ഉണ്ട്. മാക്സിമം കുറച്ച് കൊടുക്കണം കേട്ടോ. മാക്സിമം കുറച്ച് കൊടുക്കണം. ഇനി ഇതാണെങ്കിലോ ഫിഗോ വരുന്നത് 2015 ആണ്. 15 പെട്രോൾ ഡീസലോ? ഡീസൽ ട്രെൻഡ്. ഡീസൽ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ബേസ് എന്ന് വേണേൽ പറയാം. പക്ഷേ ഈ പറഞ്ഞ പോലെ അലവിൽ ചെയ്തിട്ടുണ്ട്, ഒരുവിധം സംഗതികളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇത് കിലോമീറ്ററോ? കിലോമീറ്റർ 72. അപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നീറ്റ് വണ്ടി. ഓക്കെ. എന്താ വില? 3,50,000 രൂപ. ഈ കിലോമീറ്റർ എത്ര പറഞ്ഞാൽ 72. അത് ജനുവിനാ? ഹിസ്റ്ററി എടുത്ത് നോക്കാം, വേറെ പ്രശ്നങ്ങളൊന്നും. അതായത് ഇപ്പൊ ഹിസ്റ്ററി കിട്ടാനും പാടായിരിക്കും അല്ലേ? ഹിസ്റ്ററി ഇപ്പം ഇവിടെ അടുത്ത ഷോറൂം ഉണ്ട്, അല്ലെങ്കിലും കറക്റ്റ് ആണെന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളാം. പിന്നെ മെയിൻ ആയിട്ട് ഞാൻ പറയുമ്പോൾ ഹിസ്റ്ററി ഒന്നും വലിയ കഥയൊന്നും ഇല്ല, നമ്മൾ ചെക്ക് ചെയ്തിട്ട് വണ്ടിക്ക് കംപ്ലൈന്റ് ചെക്ക് ചെയ്താൽ മതി. അതെ. പിന്നെ ഡീസലാണ്, നല്ല അടിപൊളി ക്വാളിറ്റിയുള്ളവർക്ക് അറിയാം അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ 3.5 പറഞ്ഞതിന് 3.5 ലോണും കയറില്ല? മാക്സിമം ലോൺ കയറും. 3 രൂപ എന്തായാലും കയറും അല്ലേ? 3 രൂപ എന്തായാലും കയറും. ഓക്കെ. അതേപോലെ തന്നെ ഇതാണെങ്കിലും ക്വിഡ് 2017 ഓട്ടോമാറ്റിക് ആണ്. 17 ഓട്ടോമാറ്റിക് ആണ്. 72,000 കിലോമീറ്റർ. 72,000 ഓടിയ ഓട്ടോമാറ്റിക് വണ്ടി, 17 മോഡല്. കിലോമീറ്ററോ? 72,000 അല്ലേ? 72,000. അത് ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? ഹിസ്റ്ററി ഉണ്ട്. എന്തെങ്കിലും അപാകത? ഇല്ല, മേജർ ആയിട്ടൊന്നും ഒരു റീപ്ലേസും ഇല്ല. ഇല്ല. ശരി. നമുക്ക് എന്താ വില? ഇത് 270. 2017 ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്. ഓക്കെ. എന്തായാലും കുറേ ഉണ്ടാവുമല്ലോ അല്ലേ? കുറേ മാക്സിമം കുറച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഇതാ പഴയ ഷേപ്പിൽ നിൽക്കുന്ന നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഒരു ടിയാഗോ അല്ലേ ഇത്? ടിയാഗോ. ഭ്രാന്തന്മാർ കുറേ ഉണ്ടല്ലേ എപ്പോഴും, എമ്മാരി സൗണ്ട് വണ്ടിക്കൊക്കെ. ഓക്കെ. ടിയാഗോ ഏതാ മോഡല്? ടിയാഗോ 2019 XZ പ്ലസ്. 19 XZ പ്ലസ്. ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. എനിക്ക് തോന്നുന്നു ഇതെന്നാ എന്തോ ഒരു സ്പെഷ്യൽ വേരിയന്റ് വന്ന സാധനം തോന്നുന്നു അല്ലേ? അതെ, ഓൾമോസ്റ്റ് എല്ലാ പ്രൊജക്ടർ ലാംപ്സ്. ഈ 19 എന്ന് പറയുമ്പോൾ വേറെ കാര്യമുണ്ട്, ഇത് ഏറ്റവും ലാസ്റ്റ് വണ്ടി ഈ ഷേപ്പിൽ അല്ലേ? ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി. അതാണ് അലവിലൊക്കെ അങ്ങനെ വന്നിട്ടുള്ളത്. ഇത് കിലോമീറ്ററോ? കിലോമീറ്റർ 70. 17 അല്ല 70,000. അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ള നല്ലൊരു വണ്ടി അല്ലേ? അപ്പോൾ അതുണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നും ഇല്ല, പ്രോപ്പർ സർവീസ് ആണ്. ശരി. എന്താ വില? ഇത് 4,10. 4,10,000 രൂപയ്ക്ക് 2019 വണ്ടി XZ പ്ലസ്. 19 ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഓക്കെ. എന്തായാലും മോശമൊന്നുമില്ല. ഓൾമോസ്റ്റ് 4 രൂപയ്ക്ക് സുഖമായിട്ട് ലോണും കയറും. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു അമിയോ കിടപ്പുണ്ടല്ലോ. അമിയോ ഇതിപ്പോൾ ഏതാ മോഡല്? അമിയോ 2017-18 രജിസ്ട്രേഷൻ. 17 മോഡൽ 18 രജിസ്ട്രേഷൻ. അതായത് ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ പോലെയാണ്, ബാക്കിൽ ഒരു ഡിക്കി വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിക്കി സ്പേസും ഉണ്ട്. ഇത് പെട്രോൾ അല്ലേ? പെട്രോൾ കംഫർട്ട് ലൈൻ ആണ്. കംഫർട്ട് ആണ്, മിഡിൽ ഓപ്ഷൻ ആണ്. അലവിൽ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ? ഒരുവിധം വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്തെങ്കിലും അപാകത ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വൃത്തിയുള്ള വണ്ടി അല്ലേ? ഓക്കെ. 17 കഴിഞ്ഞിട്ട് കിലോമീറ്റർ പറയുന്നല്ലോ. കിലോമീറ്റർ 73. 73. എന്താ വില? 2,95. 2,90,000 രൂപയ്ക്ക് കൊടുക്കാം. 17 വണ്ടിയോ? 17 ഇല്ല, മേജർ ആയിട്ട് കാര്യങ്ങളൊന്നും റീപ്ലേസും ഇല്ല. എന്നിട്ട് നമുക്ക് ആ വിലക്ക് കൊടുക്കാം. അത് മോശമൊന്നുമില്ല. അത്യാവശ്യം നല്ല പ്രൈസാണ്. അലവിലും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയും കൂടിയാണ്. പിന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ എന്തെങ്കിലും കുറയാണ്ട് കുറച്ച് കൊടുക്കണേ. മാക്സിമം കുറച്ച്. ആ കാരണം റെഡിഗോ ആണെങ്കിലോ? റെഡിഗോ 18 മോഡലാണ്. ഏതാ? 2018 അല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. ഇത് മാനുവൽ അല്ലേ? മാനുവൽ. പിന്നെ കിലോമീറ്ററോ? സിംഗിൾ ഓണർ ആണ്. 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 38,000 അത്ര ഓടിയിട്ടുള്ളൂ. കുഴപ്പമൊന്നുമില്ല. നല്ല വൃത്തിയുള്ള വണ്ടി. ഇതിപ്പോ റെഡിഗോ നമുക്ക് എന്താ പ്രൈസ് എന്താ വരുന്നത്? റെഡിഗോ 1,65. 1,65,000 രൂപയ്ക്ക് 2018 വണ്ടി. എനിക്ക് തോന്നുന്നു പൈസ ഒന്നും മുടക്കണ്ട അല്ലേ? വേണ്ട. ചെറിയ വണ്ടിയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ 1,60,000 രൂപയ്ക്ക് 2018 വണ്ടിയാണ് ഓടുന്നത് അല്ലേ? 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ. അതുപോലെ തന്നെ ഈ കിടന്ന റിറ്റ്സ് ആണെങ്കിലോ? റിറ്റ്സ് 2011 വണ്ടിയാണ്. 11 വണ്ടിയാണ്. നല്ല നീറ്റ് ആണല്ലോ അല്ലേ? 11 സിംഗിൾ ഓണർ വണ്ടിയാണ്. 11 സിംഗിൾ ഓണറും കൂടിയാണ്. അടിപൊളി. പിന്നെ പെട്രോൾ ഡീസലോ? പെട്രോൾ VXI 60,000 കിലോമീറ്റർ. 60? അത്ര ഓടിയുള്ളൂ. അത്രേ ഓടിയിട്ടുള്ളൂ. അടിപൊളി. അതായത് നല്ലൊരു റിച്ച് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എടുത്തു. ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ കാണാൻ കിട്ടുള്ളൂ. നീറ്റ് വണ്ടികൾ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജെനുവിൻ പക്കയാണ്. എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. 60,000 ഒക്കെ ജെനുവിനാ? ജെനുവിൻ കിലോമീറ്റർ. 11 വണ്ടി ആയതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. ഒന്നും റീപ്ലേസ് ഇല്ല. ഇല്ല, റീപ്ലേസ് ഡിക്കി ഉണ്ട്. പ്രശ്നമൊന്നുമില്ല. മേജർ ആയിട്ട് ഒന്നുമില്ല. മേജർ ആയിട്ടൊന്നുമില്ല. ശരി. നമുക്ക് എന്താ വില? ഇത് 2 രൂപ.
2 ലക്ഷം രൂപയ്ക്ക് 2011 വണ്ടി. എന്തെങ്കിലും കുറവില്ലേ? ഒന്നും ചില കൊടുക്കാം. വരിക, വന്ന് സംസാരിക്കുക, നമുക്ക് ഇത് എടുത്തുകൊണ്ട് പോകാം. അതും ഈ പറഞ്ഞ പോലെ ഈ നല്ല വണ്ടികൾ കിട്ടുക എന്നുള്ളതാണ് മെയിൻ സംഭവം. നോക്കിക്കോളുക, നമ്പർ വെച്ചിട്ട് കോൺടാക്ട് ചെയ്ത്. പിന്നെ നല്ല വണ്ടികൾ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ ഈ ഡിസൈറോ, ഇത് 2016 മോഡലാണ്. ഇത് ഡീസലോ പെട്രോളോ? പെട്രോൾ. 16 മോഡൽ, സിംഗിൾ ഓണർ, VXI, 60,000 കിലോമീറ്റർ. 16 സിംഗിൾ ഓണർ, VXI 60,000. പിന്നെ അതായത് ആ ഒരു ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്ന് മാറി വന്ന മോഡൽ അല്ലേ? അതെ. എന്തെങ്കിലും അപാകത ഉണ്ടോ? നിലവിലൊന്നുമില്ല. അതായത് ബോഡിയിലേക്ക് വരെ ടച്ചപ്പ് കയറിയ കുറവാണ്. അങ്ങനെ കൊണ്ടുവരുന്ന കസ്റ്റമറാണ്. ഇതിന്റെ സ്റ്റെപ്പിന് പോലും ഇറക്കിയിട്ടില്ല. ഇപ്പൊ നിലവിൽ 4 ടയർ പുതിയതാണ്, ഇൻഷുറൻസ് പുതിയതാണ്. ഡിസൈറിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ആ റിച്ചും ഈ ഡിസൈറും നല്ല നീറ്റ് വണ്ടി വേണ്ടവർ മാത്രം വന്നായില്ലേ? ചിലപ്പോൾ പറയുമ്പോൾ ലേശം 10 രൂപ കൂടുതലൊക്കെ കൂടുതലുണ്ടാവും. അത് വണ്ടിയുടെ ക്വാളിറ്റി അങ്ങനെ മാറ്റം എന്തായാലും മാറ്റം. അതെ, ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് 4,55. 4,55,000 രൂപ. എനിക്ക് തോന്നുന്നു അത് ഇനിയിപ്പോ എന്താ പറയാ, നോർമൽ റേറ്റ് ആയി ഇപ്പൊ അല്ലേ? വണ്ടി ക്വാളിറ്റി ഉണ്ട്. നല്ല വണ്ടിക്കൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ വില തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ 18 വണ്ടി കിട്ടി വിലക്ക് അതാണ് കിട്ടും. പക്ഷേ അതിനനുസരിച്ചുള്ള വ്യത്യാസം ഈ ഒരു സാധനത്തിൻ്റെതായ വിലയുണ്ട്. അതുകൊണ്ടാണ് 4,55,000 രൂപ 2016 നല്ല നീറ്റ് വണ്ടി എടുക്കാം. പിന്നെ ആ ബാക്കിലൊരു, അതായത് അമൈസാ 2 അമൈസ്, ഓൾഡ് ഷേപ്പും ഉണ്ട്, ന്യൂ ഷേപ്പും ഉണ്ട്. അതാണ് പഴയതുണ്ട് പുതിയതുണ്ട്. പുതിയത് തന്നെ പറയാം. 18 മോഡൽ, 68,000 കിലോമീറ്റർ. പെട്രോൾ അല്ലേ? പെട്രോൾ, VX. ഇതില് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ബട്ടൺ സ്റ്റാർട്ട്, കീലസ്, കാര്യങ്ങളൊക്കെ. 18 പിന്നെ അപാകത എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒരു അപാകതയില്ല. നീറ്റ് വണ്ടി. ഓക്കെ, കിലോമീറ്റർ ഒക്കെ പക്കയല്ലേ? കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ കിലോമീറ്റർ, കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. എന്താ വില? 5,45. 5,45,000 രൂപയ്ക്ക് 2018 വണ്ടി അല്ലേ? കൊള്ളാട്ടോ, നല്ല നീറ്റ് വണ്ടിയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെന്താ ഇന്റീരിയർ ഒക്കെ കാണേണ്ടത്. ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുക, അതിന്റെ താഴെ നമ്പർ വെച്ചിട്ടുണ്ട്, ഫുൾ ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ ഈ പഴയ ഷേപ്പ് വണ്ടിയാണെങ്കിലോ? ഇത് 2014 14 പെട്രോൾ തന്നെയല്ലേ? 14 SX വേരിയന്റ്, 64,000 കിലോമീറ്റർ. പെട്രോൾ അല്ലേ? പെട്രോൾ. SX എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ അല്ലേ? അതിന്റെ താഴെ മിഡിലായിട്ട് വരും. ഇത് SMT അല്ലേ? ഇത് SMT ആണ്, SX ആണ് അങ്ങനെ പറയുന്നത് അല്ലേ? ഓക്കെ, ഈ 60,000 ജെന്യൂൻ ആണോ? 14 ജെന്യൂൻ കിലോമീറ്റർ. പിന്നെ അപാകത ഒന്നുമില്ല. നീറ്റ് വണ്ടി. സെക്കൻഡ് ഓണർ 3,25,000 കൊടുക്കാം. 3,20,000 രൂപ. അതായത് ഒരു നല്ല അടിപൊളി ഒരു സെഡാൻ വണ്ടി അല്ലേ? സെഡാൻ വണ്ടി. ഒരു 15 കിട്ടുന്നുണ്ടോ മൈലേജ്? 15-16 വരെ കിട്ടും അല്ലേ? വേറെ അപാകത ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും വേണം നോക്കിക്കോട്ടെ. അതൊക്കെ നല്ല നീറ്റ് ക്വാളിറ്റി വണ്ടിയാണ്. അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടി അല്ലേ? ലാസ്റ്റ് വണ്ടി നല്ല അടിപൊളി ഒരു i20 കാണിച്ചു തരാം. i20 ഏതാ മോഡല്? i20 2019. ഓ, 19 അല്ലേ? 19 പെട്രോൾ അല്ലേ? 19 പെട്രോൾ. കിലോമീറ്ററോ? കിലോമീറ്റർ 60,000 കിലോമീറ്റർ. 60 ആണല്ലോ. പിന്നെ ഇസ്രൊക്കെ പക്കയാ? ഇസ്രൊക്കെ ഉണ്ട്. റീപ്ലേസും ഇല്ല. ഓക്കെ, അതായത് ഒരു മൈലേജ് ലേശം കുറവായിരിക്കും. 13 പ്രതീക്ഷ മതി. പക്ഷെ കംപ്ലൈന്റ് ഒന്നും സാധനം ഇല്ല. അതായത് കംപ്ലൈന്റ് തീർക്കണ പൈസയും കൂടി എണ്ണ അടിച്ചോളൂ. പിന്നെ ഒരു റീപ്ലേസും ഇല്ല. ശരി, എന്താ വില? ഇത് 5,30. 5,30 2018 വണ്ടി. 19 വണ്ടി. അതായത് ന്യൂ ഷേപ്പ് വന്ന വണ്ടി അല്ലേ? ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും വേണം നോക്കിക്കോട്ടെ. ഇതൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല നീറ്റ് വണ്ടികൾ. KL11 തന്നെയാണ്. മാഗ്ന പ്ലസ് അല്ലേ? മിഡിൽ ഓപ്ഷന്റെ മേലെ വരുന്ന സാധനം. ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ കീലസിന്റെ മട്ടൺ സ്റ്റാർട്ടും ഇല്ലാന്നേ ഉള്ളൂ. ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ എല്ലാം വരും അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്ന് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ പാവങ്ങാട് സ്ഥിതി ചെയ്യുന്നത് അല്ലേ? അതായത് കണ്ണൂർ റോഡാണ്. കണ്ണൂർ റോഡിൽ തന്നെയാണ് പാവങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. ടൗണിൻ്റെ അടുത്ത് തന്നെയാണ്. കണ്ടുപിടിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് കൊടുവള്ളി വയനാട് അത് മറന്നുപോയി. വയനാട്ടിൽ ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് വണ്ടികൾ വേറെ നമുക്ക് അടുത്ത എപ്പിസോഡൊക്കെ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ കൊടുവള്ളിയിൽ, പാവങ്ങാട്, വയനാട് 3 ഷോറൂമാണ് ഇപ്പോൾ നിലവിൽ വരത്തുള്ളത്. ഇവിടെ ഏത് വണ്ടീൻ്റെ എൻക്വയറിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വണ്ടിയുടെ ഇന്റീരിയർ ഒന്നും കാണിച്ചില്ല. ജസ്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. അതിൻ്റെ പേരൊക്കെ അല്ലേ? കൊടുത്തേക്കണേ. കുറച്ചെടുക്കാം. അടിപൊളി. എന്തായാലും ഈ എപ്പിസോഡ് തന്നെ അടുത്തൊരു കിടിലം വീഡിയോ വീണ്ടും കാണാം. അതുപോലെ എല്ലാവർക്കും